വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണെന്ന് വെച്ചാൽ 2 ദിവസം രാവും പകലായിട്ട് ഈ മണൽ ഭൂമിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് വളരെ ക്ഷീണത്തിലാണ്. ഇതാ നമ്മളെ ബോസ് എത്തിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ആദ്യമായി നമ്മളെ ചാനലിലേക്ക് കാണുന്നവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ അടുത്തുള്ള ബെല്ലടിക്കുക. അപ്പോൾ ഇതുപോലെ കിണ്ണം കാച്ചി കിടുക്കാച്ചി വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് എത്തുന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, മണൽ എന്ന് പറഞ്ഞാൽ മണലാണ് കേട്ടോ. മണൽത്തരിയിൽ നമ്മുടെ മരുഭൂമിയിലെ മണൽ. ഇന്ന് ഇവിടെ മരുഭൂമിയിൽ നല്ല തണുപ്പാണ്. ഈ തണുപ്പ് കാലത്ത് ഇപ്പോൾ അതായത് ഒരു രാത്രിയാകാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബോസ് അവിടെ നിന്ന് കഴിച്ചിലായി വന്നു. ഇതാ നമ്മൾ കൈമൻ്റെ ഉള്ളിലേക്ക് ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. ഒരുപാട് കാഴ്ചകൾ കാണാൻ. ചെറിയ കൈമയാണ്, അതിൻ്റെ ഉള്ളിലൊക്കെ എന്താണ് ഭംഗി. ആൾ വന്നാൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ കുറച്ച് കാട്ടുക എന്നുള്ളൂ കേട്ടോ. കൈമ എന്ന് പറഞ്ഞാൽ ടെൻ്റാണ് കേട്ടോ. ഈ ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചന്തമായിരിക്കുന്നു ഓരോ കൈമകളും ഓരോ ടെൻറ്റുകളും. ഒരുപാട് ടെൻറ്റുകളുണ്ട്. ഇത് പുറത്ത് അവർ ഇരിക്കുന്നതാണ്. രാത്രിയാവുമ്പോൾ ചിലപ്പോൾ തണുപ്പില്ലെങ്കിൽ പുറത്ത് തീയിട്ടിരിക്കും. അതിൻ്റെ ആണ് ഇത് കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ കാഴ്ചകൾ. ഒരുപാട് ടെൻറ്റുകൾ, ഇഷ്ടംമാതിരി ടെൻറ്റുകളുണ്ട്. അപ്പം ഇന്ന് ടെൻറ്റിലാണ് നമ്മളെ പരിപാടി. 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ സംഭവം നമ്മളെ സൂര്യൻ അസ്തമിക്കുന്നു. അങ്ങനെയുള്ള സമയത്താണ് നമ്മളെ പരിപാടി ഇവിടെ കണ്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ആദ്യമായി നമ്മളെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാ ഒരുപാട് വിശേഷങ്ങളുമായി വീണ്ടും നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ കൈമയുടെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു, പുറം കാഴ്ചകൾ നിങ്ങൾ കണ്ടു. ഇതാ അവിടെയൊക്കെ കയറി വരുന്ന ഒരു അടയാളത്തിന് വേണ്ടി വെക്കുന്നതാണ് ഈ ലൈറ്റ്. ഈ ലൈറ്റൊക്കെ വലിയ ഒരു ട്രാൻസ്ഫോമർ വെച്ച് പെട്രോൾ ഒഴിച്ചിട്ടാണ് ഈ ലൈറ്റൊക്കെ കത്തിക്കുന്നത് കേട്ടോ. ഇവിടെ കത്തിരണ്ടെന്ന് വെച്ചില്ല. ആ കാണുന്ന ലൈറ്റൊക്കെ ഓരോ ടെൻറ്റുകളാണ്. ഇവിടുന്ന് 15-20 കിലോമീറ്റർ പോയാലോ മനുഷ്യനെയും കാണാൻ പറ്റുള്ളൂ. ഇവിടെ വരുന്നവരെ മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ആവശ്യത്തിനായിട്ട് വന്ന വണ്ടികളാണ് ഇവിടെ. വലിയ വലിയ മിനിസ്റ്റർമാർ പോലത്തെ ആൾക്കാരാണ്, വലിയ വലിയ മുതലാളിമാരും അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇത്രയും ലൈറ്റ് കത്തുന്നത്, പോസ്റ്റ് വെച്ച് കത്തിക്കുന്നതും ഒക്കെ ജനറേറ്റർ ഓടിയിട്ടാണ് കേട്ടോ. പെട്രോളിൽ പാർന്ന് ജനറേറ്റർ വർക്കാക്കണം. ഈ വണ്ടിയോളം ബൾബുള്ള ഒരു ജനറേറ്ററാണ് വെച്ചിട്ട് ഇവിടെ ഈ ലൈറ്റ് കത്തിക്കുന്നത്. ഒരുപാട് ടെൻറ്റുകൾ ഈ കമ്പനിയിലുണ്ട്. ഈ ഇത് ഒരു മുദീറാണ്. ഇവിടുത്തെ മുദീർ എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ പോലെ വലിയൊരാളാണ്. അദ്ദേഹത്തിൻ്റെയാണ് ഈ കൈമൊക്കെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കിണ്ണം കാച്ചി കിടുക്കാച്ചി വീഡിയോ കാണണമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു, പുറം കാഴ്ചകൾ കാണുന്നു. ഇതാണ് ഇനി ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഇനി ചോറ് വെക്കുന്നതും ആടിനെ പൊരിക്കുന്നതും ചുടുന്നതും ഒക്കെ കാണാൻ സാധിക്കും. ഒരുപാട് വീഡിയോകളിൽ, പക്ഷേ എല്ലാ വീഡിയോകളും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു വലിയ ഖൈമയാണ് ഈ കാണാൻ പോകുന്നത്. ഒരു പച്ച ഇത് വിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ഒരുപാട് കാഴ്ചകളുണ്ട്. കാണാത്തവർക്ക് കൗതുകം, കണ്ടവർക്ക് ഡുണ്ടുണ്ടും. അപ്പോൾ ഇതാണ് ഓരോ ഖൈമകൾ. ഇത് പുറത്ത് ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ. പുറത്ത് ആളുകൾക്ക് വെയിൽ, നല്ല ചൂട് സമയത്തൊക്കെ ഇരിക്കാനും അവർ തീയിടാനാണ് ആ നടുവിലൊരു തളം ഉള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ആ പരിപാടി. ഇപ്പോൾ ഇവിടെ നിസ്കാരത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് കുറക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, ഇതാണ് ഇവിടുത്തെ അടുപ്പുകൾ കേട്ടോ. ഈ കാണുന്നതൊക്കെയാണ് അടുപ്പ്. ഈ 3 അടുപ്പാണ്. ഈ ഷെഡ് കിച്ചനാണ്. ഈ കിച്ചണിലാണ് ഇപ്പോൾ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബധുവാണ് വെക്കുന്നത്. ആ ബധു ചോറ് നമ്മളെ തൊടിയിച്ചിട്ടില്ല, വെള്ളമൊക്കെ തിളക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കുടലാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പാത്രത്തിൽ. അപ്പോൾ വലിയൊരു പാത്രത്തിൽ ഇറച്ചി വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോളൂ, ഇതാണ് ഇറച്ചി. ഒരാടാണ്.
അപ്പോൾ ഇതൊക്കെ വലിയ വലിയ പീസാണ്, 1.5 കിലോ ഉണ്ട് ഓരോ പീസ്. അങ്ങനത്തെ പീസിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇത് ഒരു ഖൈമയാണ്. ഇതാണ് ഖൈമയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഖൈമയുടെ ഉൾഭാഗത്ത് നമ്മൾ കണ്ടില്ലേ, ഇതാണ് ഖൈമയുടെ ഉൾഭാഗം. ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇത് നമ്മൾ ഫ്രൂട്ട്സ് വെച്ചതാണ്. ഇത് തീയിടുന്ന സ്ഥലമാണ്. തീയിട്ടാൽ ചൂടങ്ങോട്ടും ഇങ്ങോട്ടും വരും, ആ പുക മേലോട്ട് പോകും. ഇതെല്ലാം തുണിയാണ്, തുണി കൊണ്ട് നിർമ്മിച്ച ഓരോ ടെൻറ്റുകളാണ്. ഈ ടെൻറ്റുകൾ നമ്മളിപ്പോൾ ഇന്നലെ ആളുകളൊക്കെ നീച്ചു പോയപ്പോൾ ഞാൻ വന്നതാണ്. പുറത്ത് പോയി ആളുകൾ, നിസ്കാര സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പുറത്തിലേക്ക് കഴുകാനും പിടിക്കാനൊക്കെ പോയിട്ടുണ്ടാകും. 10-20 ആളോളം ഉള്ളു ഇന്ന്. ഇത് കണ്ടോ, അതിൻ്റെ അടിഭാഗമാണ് ഇതൊക്കെ കേട്ടോ. അടിഭാഗത്ത് വിരിച്ച വിരിപ്പുകളാണ് കണ്ടോ. എത്ര വലിയ ഒരു ഭംഗിയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടാലേ ഇതിൻ്റെ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ടെൻറ്റാണ്. ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ ശരിക്കൊരു 100 ആളുടെ മേലെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 100 അല്ല, അതിൻ്റെ മേലെ ഇരിക്കാൻ സാധിക്കും. അങ്ങനെ പുറത്ത് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വീണ്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയത് എവിടുക്കാണ്, ഇതാണ് ഇതിൻ്റെ അകത്തെ കാഴ്ച. നമ്മൾ പുറത്ത് പോയിക്കൊണ്ട് നിസ്കരിക്കുന്നു ആളുകൾ, അതോ നിൽക്കുന്നു നിസ്കാരത്തിലേക്കാണ് എല്ലാവരും, ഞാനും പോകാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചയും കൂടിയും അവർ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാനും അവിടെ നിസ്കാര സമയത്ത് പ്രവേശിക്കും. അതാണ് ബാത്റൂം കേട്ടോ. ആ കാണുന്നതാണ് ബാത്റൂം. കൈ കഴുകുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഈ കിച്ചൻ്റെ അകത്താണ് അത്. ഈ വലിയ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വെള്ള കളർന്നത് ഇതാ വരുന്നത് നമ്മളെ ഒരു